അപ്പോൾ എല്ലാവർക്കും ഹായ്. ഇന്ന് എന്ത് വെക്കുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് ഇങ്ങനെ തല പുകഞ്ഞിരിക്കുമ്പോഴായിരുന്നു തൊട്ട വീട്ടിലെ ചേച്ചി ഒരു പീച്ചിങ്ങ വേണോ എന്ന് ചോദിച്ചത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, ഇന്നൊരു പീച്ചിങ്ങ ഒഴിച്ചു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആ പീച്ചിങ്ങ. നമുക്ക് ഈ പീച്ചിങ്ങ വെച്ചിട്ട് പെട്ടെന്നൊരു ഒഴിച്ചു കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അത് ആദ്യം ചെയ്തെടുക്കാം. അപ്പോൾ തോലെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ടായി മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വല്ല കുരു ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അധികം മൂക്കാത്ത കുരുവൊക്കെയാണ്. അപ്പോൾ 2-3 കുരുവെല്ലാം കളഞ്ഞു, ബാക്കിയൊക്കെ നമുക്ക് കറിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കണ്ടേ. ഇനി നമുക്കിത് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞിതാക്കണം എന്നില്ല, ഇതിൽ വെള്ളത്തിൻ്റെ അംശമാണ് കൂടുതൽ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് കറി വയ്ക്കുമ്പോൾ തനിയെ ചുങ്ങിപ്പോവും, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളൊരു തക്കാളി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അത് നമുക്ക് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. ഒഴിച്ച് കറി ആയതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് വയ്ക്കേണ്ടതാണ്, അതുകൊണ്ടാണ് വേറെ അരിയാത്തത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവോളയുടെ പാതിയാണ്, അതുകൂടി നമുക്ക് വൃത്തിയാക്കിയിട്ട് ഇതിൽ അരിഞ്ഞിടാം. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേകാൻ വയ്ക്കാം. അടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, പിന്നെ 5 ചെറിയുള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്, നിറച്ചാണ് 1 സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അരപ്പ്. ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കറിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ മിക്സിയുടെ ജാറെല്ലാം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നന്നായി തിളയ്ക്കണം. അപ്പോൾ നമുക്കതിന് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. ഇനി നമ്മുടെ കറിയിലൊന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ 3 വറ്റൽമുളക് 2ആയി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അത്യാവശ്യം വഴഞ്ഞു വരുമ്പോൾ നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞ് ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പീച്ചിങ്ങ ഒഴിച്ചു കറി ഇവിടെ തയ്യാറായി. അപ്പോൾ ഇങ്ങനെ പീച്ചിങ്ങ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പച്ച തേങ്ങ അരച്ച് വെച്ചതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആരും. അപ്പോൾ എല്ലാവർക്കും ബൈ.